ഇന്ന് നിക്കാഹിന്റെ തലേ ദിവസമാണ്. പെണ്ണിന്റെ വീട്ടിലോട്ട് നമ്മള് ഡ്രസ്സ് കൊണ്ടു കൊടുക്കണം. അപ്പൊ ആ ഒരു ചടങ്ങാണ്. അപ്പൊ ഇതാണ് ഡ്രസ്സ് കേട്ടോ. ഇതിലാണ് പിന്നെ അവളെ ഡ്രസ് ഉള്ള നമ്മളെ പെരിന്തൽമണ്ണ ഉള്ള എപ്പിസോഡ് ക്യൂബോ അല്ല അരീക്കോടുള്ള എപ്പിസോഡ് ക്യൂബ് അവരാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതാണ് ഈ പെട്ടിനുള്ളിൽ. ഡ്രസ്സ് കാണണമെങ്കിൽ നാളെ അവള് നിക്കാഹിന് നമ്മളെ ഇങ്ങനെ കാണാൻ പറ്റും. അതിന്റെ കൂടെ അൺബോക്സിംഗ് ഇല്ല, അത് പെടുന്നില്ല, അതാണ്. പിന്നെ ഇത് നിക്കാഹിനുള്ള ഷൂസ് ഞാൻ ഒരു വട്ടം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ലുക്കായി വന്ന്. പിന്നെ കുറച്ച് മുട്ടായും തിരിച്ചു കൊണ്ടുവരപ്പോ ഇത് വേണമെങ്കിൽ നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നോ. അപ്പൊ ആരൊക്കെയാണ് പോണെന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയമോൻ പോണ്ട്. ചെറിയമോൻ എന്തിനാ പോണെന്ന് വെച്ചാൽ യൂട്യൂബിൽ വീഡിയോ എടുക്കാം. അലിയൻ നമ്മളെ മെയിൻ അലിയൻ പെട്ടെടുക്കാൻ ലോഡിങ് ആരെ. ഇത് അലിയന്റെ പെങ്ങളെ കുട്ടി അതാ അവിടെ മൂത്തത് കൊണ്ട് അത് അലിയന്റെ ഈ പറ്റിപ്പെടുത്തി. ഇത് ഉമ്മ, ഇത് ഞങ്ങളെ റംലത്താത്ത, ഇത് എളാപ്പാന മോള്. നീ ഏതാ ആണോ? ഇത് ലോഡിങ് ഉള്ള ആളെ. അയ്യോ ഇതാണ് നമ്മള് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ മണാലി. അപ്പൊ ഇവിടെ ഏകദേശം 9 കിലോമീറ്റർ ആണുള്ളത് ഹാളിലോട്ട്. അപ്പൊ നമ്മള് വണ്ടി കൊണ്ടേ കൊടുക്കുന്നു, ആളെ മാറ്റി കയറ്റി വിടുന്നു. ഇവര് 2 വണ്ടിയിലല്ലേ പോണേ. പിന്നെ റത്നി അലിയുണ്ട്. ഇത് ഞാൻ തന്നെ എടുക്കാം. ഓക്കെ. യാറിവൻ കല്ലുണ്ടെങ്കിൽ പോയിടുന്ന്. അല്ല ഡിസ്കഷൻ കുറച്ച് ഉണ്ടായ പോരെ. ഓരോന്നോരോ അമ്പ് ഇതില് വെൽതി എടുക്കാനുള്ളതാണ് അല്ലേ? ഇതിലും വലുതെടുക്കാളല്ലേ? എന്റെ മോനെ അങ്ങനെ ഭയങ്കര മനസ്സിലാണല്ലോ. അണ്ണ സീനാണ്. കാണുന്നവരല്ല 5-10 കിലോ ഉണ്ട്. ഒരേക്ക് 1 കിലോ അരി വാങ്ങാത്തവനാ 5 കിലോ എടുത്ത് മണ്ടരണ്ടില്ലേ. വണ്ടി കയറ്റി ഗൈസ്. അതിന്റെ മേലെ വെച്ചോളി. അതിന്റെ മേലേക്ക് വെച്ചോ അളിയാ, അതിന്റെ മേലേക്ക് വെച്ചോ. അളിയാ പൊന്നു പോലെ കൊണ്ടുപോയിട്ട് പൊന്നു പോലെ കൊണ്ടുവരുമാണോ? കൊണ്ടുവരണ്ട. മീഡിയ ടീമിന്റെ വലിയ മുന്നിൽ പോവാ. അളിയാ പുറത്തിറങ്ങുമ്പോ മീഡിയ ടീം ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പറ്റും. നമ്മള് അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യും. ഇവര് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങും. ആയിക്കോട്ടെ. അവിടെ നോട്ടെ. കേട്ടില്ലേ ചെറിയ മോനെ? നിങ്ങളെ ഓർഡർ കിട്ടിയിട്ട് നമ്മൾ പുറത്തിറങ്ങും. മീഡിയ ടീം ചെയ്യും. അപ്പോഴും അല്ലേ ഒരേ വണ്ടി തന്നെയാണ്. 2 വണ്ടി. ഓ നിങ്ങളിട്ട പൊട്ടിയിലേക്ക് അടിക്കുന്നുണ്ട് റിഫ്ലക്ഷൻ. അപ്പൊ ശരിയാക്ക. അപ്പൊ ഐ വിൽ ഹാൻഡ് ഓവറിംഗ് ദിസ്. ഓക്കെ ഐ എം ഹാൻഡ് ഓവറിംഗ് ദിസ്. ഓക്കെ നിങ്ങൾ എന്നെങ്ങായി സൂപ്പറായി എടുക്കുന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ സോ ഗൈസ് അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. എന്താ ഏതാണെന്നറിയില്ല. ഇത് നിങ്ങൾ കാണാൻ പോകുന്ന ബ്ലോഗ് വഴി ചെറിയ മോനാണ്. എൻ്റെ കയ്യിൽ ക്യാമറയും തന്ന് വിട്ടതാണ്. ഇവിടുന്ന് മാക്സിമം വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട്. അപ്പം ഞാൻ മാക്സിമം വീഡിയോ എടുക്കും. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരും. സോ സഹകരിക്കൂ ഗൈസ്.
ഇതാണ് നമുക്കുള്ള വെൽക്കം. അതിന് നമ്മളെ വെൽക്കം ചെയ്യുന്ന സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊന്നും എടുത്തിട്ടില്ലേ പറയുന്നത്? അങ്ങനെ അവർ കണ്ടുപിട്ടിട്ടുണ്ട്. ലഹങ്കറി പിടിക്കുന്നത് കേട്ടോ. മാറിക്ക് മാറിക്ക്. ഇതാണ് നമ്മളെ കല്യാണ പെണ്ണിനെ കിട്ടിയിട്ടുണ്ട്. എന്താ ഭാവി എന്താ? ഷിംഷിദ യാസിൻ എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനല്ലേ? ബാക്കി നമുക്ക് വണ്ടിയിൽ നിന്ന് മുട്ടായി എടുക്കണം. അപ്പൊ ഇതാണ് നമ്മൾ കൊടുക്കാൻ കൊണ്ടുവന്നത്. അത് ആദ്യം എടുക്കാൻ പറ്റിയില്ല. അവരാദ്യം നമ്മളെ വെൽക്കം ചെയ്തു. അളിയ കമോൺ. അളിയനും അളിയനും മറ്റേ അളിയനും അവിടെ രണ്ടുപേരും കൂടെ എടുത്തോ. കമോൺ. എന്റെ കൂടെ ഇവിടെ ക്യാമറ ടീംസൊക്കെ മാരൊക്കെ അടിയാണ്. നമ്മളെ നടിപ്പിക്കുന്നില്ല. ഒന്നാമത് ഞാൻ വ്ളോഗർ അല്ലാത്തേ കൊണ്ട് നമ്മളോടൊക്കെ മാറിയിരിക്കാനാണ് പറയുന്നത്. പക്ഷെ നമുക്ക് വിഷയമില്ല. നമ്മൾ റഷ്യൻ സിനിമയെ നോക്കി എടുത്തോണ്ടേ. സോ ഗൈസ് ഇവിടെ ഇതൊക്കെ നടക്കട്ടെ. ഞാനും നമുക്കൊരു ഫുട്ടേജ് പോലും എടുക്കാൻ അതാണ് ക്യാമറമാൻ്റെ പരാതി. അതാണ് നമുക്ക് ഒരു ഫുട്ടേജ് പോലും എടുക്കാൻ പറ്റുന്നില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പാട്ടൊക്കെ നടക്കട്ടെ. സെറ്റപ്പ് ഞാൻ ആദ്യം കയറി. നമുക്ക് വേറെ വഴി പാട്ടും ഡാൻസൊക്കെ എൻ്റെ കൈ സൈഡ് ആരൊക്കെ സീനാണ്. ഒന്നും പറയാനില്ല. ആവശ്യമുണ്ടോ?
സോ ഗൈസ്, ഇത്രയും നേരം ഇവിടെ ഫുൾ കോപ്പിറൈറ്റ് ഇഷ്യൂ ആയിരുന്നു. പാട്ടോട് പാട്ടും ഡാൻസും ആയിരുന്നു. അപ്പം നമ്മുടെ ടീം കയറിയിട്ട് മുട്ടായി കൊടുക്കുന്ന ചടങ്ങാണ്. ഞാൻ സ്റ്റേജിലേക്ക് കയറാം. ഇവിടെ നമ്മളെ ക്യാമറാമാൻ ഒരു വൻ സീനാണ്. വീഡിയോ എടുക്കരുത്, അവർക്ക് വീഡിയോ എടുക്കരുത്. ഓക്കെ, അവരെ പാർട്ട് ചെയ്യുന്നു. സോ നമ്മളെല്ലാവരും ഉണ്ട്. എനിക്കൊന്ന് അങ്ങോട്ട് പോയി നിന്ന് വീഡിയോ എടുക്കണം എന്നുണ്ട്, പക്ഷെ നടക്കില്ല. സംഭവം ഗ്രാൻഡ് പരിപാടിയായി. ഞങ്ങള് ഞെട്ടിയില്ലേ? അതൊരു പുകമയായിരുന്നു. അളിയൻ ഞെട്ടിയെന്നാ പറയണ. സംഗതി ഗ്രാൻഡ് പരിപാടി ആയിരുന്നു, ഒന്നും പറയാനില്ല. അതെ, അപ്പോൾ ഓരോരുത്തരായിട്ട് നമ്മളെ ടീം മുട്ടായി കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് അങ്ങോട്ട് നിൽക്കാത്തത് സീനാവും. നമ്മുടെ ടീംസ് അവിടെ ഫോട്ടോ കൊടുക്കുന്ന ചേട്ടന്മാർ സീനാവും. ഞാനൊരു കഷ്ടപ്പെട്ട ആംഗിളിൽ ഞാൻ കഷ്ടപ്പെട്ടെടുക്കുകയാണ്. അതെ, ഒരു കൂളർ ഇവിടെ വെച്ചില്ലെങ്കിൽ സീനാവും. നമ്മുടെ കരുപ്പടത്തിലെ ഗായകൻ ഷംസുക്ക നല്ലൊരു ഗാനം നിങ്ങൾക്കായി ആലപിക്കുന്നു. നല്ലൊരു കൈയടി, എല്ലാവരും നല്ലൊരു കൈയടി. ബസ്സേക്ക് നല്ലൊരു കൈയടി. ഇതുപോലെ നമ്മുടെ കരുപ്പടത്തിലെ സ്പെഷ്യൽ ഗായകനാണ്. നല്ലൊരു കൈയടി വേണം. അടിക്കട്ടെ, അടിക്കട്ടെ. കൈ അടിച്ചിട്ട് പാട്ട് പഠിക്കുന്നു. നമ്മുടെ ഫാമിലി സോ നമ്മളെല്ലാവരും കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞേ. നല്ല ചൂടാണ് ഗൈസ്. നമ്മൾ വയനാട്ടുകാർക്ക് പരിപാടി നടക്കില്ല, പ്രശ്നമാണ്. നമ്മളോട് സാധനമൊക്കെ കൊണ്ടേ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഫോണും സെറ്റപ്പും ഒക്കെ കൊള്ളാം, നല്ല സെറ്റ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ വഴിയെ കാണിക്കാം. അപ്പോൾ പാട്ട് പാടാൻ പോവാണ് ഇവിടെ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അറിയില്ല. ഒരു സെറ്റപ്പ് ഇവിടെ ഇല്ല, സംസാരിക്കാൻ മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ നമ്മളെ ഇവരുടെ ഫാമിലി ഫോട്ടോ എടുക്കുന്ന സീനാണ് നമ്മൾ കാണുന്നത്. ഇതിൽ ആരൊക്കെ ഏതൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഇത് ഈ സ്ട്രൈക്സ് ഉള്ള ഇതാണ് ഷിൻഷീദയുടെ അച്ഛൻ. ഗൈസ്, ഇതാണ് നമ്മുടെ ഫാമിലി വരണം. അളിയനും കുഞ്ഞ യാസീൻ്റെ അളിയനും ഷിൻഷിദേൻ്റെ മറ്റേ കല്യാണ ആൽബം
എടുക്കണം ഭാഗിന്റെ ക്ലോസപ്പ്. അയ്യോ ടിപ്പിക്കൽ സീനാണ് കൊടുത്തിട്ട് ചൂട്. എനിവേ അമ്മമാരോട്ടോ ഇവിടുത്തെ ക്യാമറാമാന്മാർ നമ്മളൊക്കെ മറ്റേ നമ്മുടെ ചെക്കൻ്റെ കല്യാണം ആയതുകൊണ്ട് ഞാൻ കൊളാക്കുന്നില്ല. ഫോട്ടോയ്ക്ക് വെറൈറ്റി ആയിരിക്കും. ചെറുക്കൻ നിലത്ത് കിടന്ന് ഉരുളം തരും. ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മളെ ഷിംഷിദേൻ്റെ നൗഷാദ് ബ്രോ ചാച്ച. ചാച്ചനെ ഞങ്ങൾ നേരത്തെ വീഡിയോ കോൾ ചെയ്തിരുന്നു കാറിൽ വരുമ്പോൾ. എൻ്റെ പൊന്ന് ഗൈസ് ഇങ്ങേരൊരു വൈവാണ്. ഓക്കെ, അപ്പോൾ ചാച്ച പൊളിക്കണം നമുക്ക്. എന്താ അടുക്കും യാസിനോട് എന്താ പറയാനുള്ളത്? യാസിന് ടെൻഷൻ വേണ്ട. ഓക്കെ, ഒരു ടെൻഷനും. ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചാണ്. ഇനി ഒരു ഭൂഖണ്ഡത്തിലേക്ക് പോവാണ്. കുടുംബജീവിതം എന്ന ഭൂഖണ്ഡത്തിലേക്ക് ഹാപ്പി ആയിരിക്കുക. ഓക്കെ, ഇത് ഷിംഷിദയുടെ അച്ഛനാണ്. എന്താ പറയാനുള്ളത്? യാസിനോട് എന്താ പറയാനുള്ളത്? ഓക്കെ, എല്ലാവരും ഇവിടെ യാസിൻ വന്നില്ല എന്നുള്ള പരാതിയാണ് എല്ലാവർക്കും. നമ്മൾ മാക്സിമം കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. ഓക്കെ, ഇവിടെ പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തും. ഞങ്ങള് ബ്രൈഡിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ പോവാണ്. എന്താ ഷിംഷിദയ്ക്ക് എന്താ പറയാണ്ട്? പറയണം. ആര് കെട്ടിയവന് ചാടയാന്നാണ് പറയുന്നത്. അപ്പൊ ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ പോവാണ്. ഫോട്ടോ എടുക്കാം. ഓക്കെ, ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോവാണ്. സോ ഗൈസ്, ഭയങ്കര ഒരു സംഭവം കാണിച്ചു തരാം. നമ്മളെ ഈ ഫോട്ടോ കുറേ പേര് കണ്ടിട്ടുണ്ടാവും. നമ്മളെ ബ്രൈഡിന്റെ കയ്യിലുള്ള ഇതാണ്. ഇതാരാ ചെയ്ത്? ആരാ ചെയ്ത്? ഓ, അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മളെ കൂടെ വന്ന ആൾക്കാരെ കാണുന്നില്ല. നമ്മൾ സ്റ്റേജിൽ കയറി വന്നപ്പോൾ പിന്നെ ഇവരെ കാണാണ്ടായില്ല. സോ ഇതാണ് ഷിംഷിദേൻ്റെ ഉപ്പ. അപ്പോൾ ഭയങ്കര ബിസിയാണ്. സോ അങ്ങനെയാണ്. ഇനി ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളിലേക്ക് കിടക്കാം. ഒന്നുകൂടെ കാണിച്ചു കൊടുത്തപ്പോ പറ. അല്ല, കാണിച്ചു കൊടുത്തപ്പോൾ ഇവൻ കാണിച്ചെന്ന് സെക്കൻഡ് ഏതാന്ന് ചോദിച്ചപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കാണിച്ചെന്ന് നോക്കിയപ്പോ യാസിൻ ബ്ലോഗ്സ്. ഞാൻ ഡെയിലി കാണുന്ന വീഡിയോ. ഈ ഒരു കല്യാണം കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ യുഎയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു കല്യാണം എന്തൊക്കെ കേൾക്കണല്ലേ? കല്യാണം കൂടാൻ വേണ്ടി മാത്രം യാസിൻ ബ്ലോഗ്സ് തരംഗാണ് ഇവിടെ. യാസിൻ ഫാൻസിനെയാണ് നമ്മൾ കണ്ടുപിടിപ്പിക്കുന്നത് ഗൈസ്. അപ്പൊ നമ്മള് ചുമി എന്താ ചുമി പറ ഇരിക്കി. നമ്മളെ ടീം ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഗ്രാൻഡ് ഫുഡാണ്. ബീഫുണ്ട്, ചോറുണ്ട്. അക്ഷയ് വിളിക്ക് വാ ഇൻസ. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. നെയ്ച്ചോറുണ്ട്, ബീഫുണ്ട്. താങ്ക് യു.
ചുമ്മി എനിക്ക് ഗ്ലാസ് വന്നിട്ടുണ്ട്, പ്ലേറ്റ് വന്നിട്ടുണ്ട്, എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഒരു കാര്യം എടുത്തു പറയണേ, ഇവരുടെ ഹോസ്പിറ്റാലിറ്റി എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്, നമ്മളെ നല്ല കാര്യമായിട്ട് നോക്കുന്നുണ്ട്. നമ്മുടെ അക്ഷയ്, അയ്യോ നിന്റെ പേരില്ലേ അളിയൻ അക്ഷയ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അക്ഷയ് എന്ന് വിളിക്കുന്നത്. അശ്വിനാണിത്. ഇവനാണ് നമ്മളെ ക്യാമറ കണ്ടന്റ് ക്രിയേറ്റർ ബ്രോ. തുടങ്ങിക്കോ. ഓക്കെ, എല്ലാവരും കണ്ണാപ്പിനെ ചോദിക്കുന്നുണ്ട്. വി മിസ് കണ്ണാപ്പി. കുറേ പേര് കണ്ണാപ്പിനെ ചോദിച്ചു. കണ്ണാപ്പിയാണല്ലോ മെയിൻ ക്യാമറാമാൻ. ഞാൻ ടെമ്പററി വേണ്ട താങ്ക് യു. ടെമ്പററി ക്യാമറമാനാണല്ലോ. എല്ലാവരും ചോദിക്കുന്നുണ്ട് കണ്ണാപ്പിനെ. പിന്നെ യാസിൻ മാക്സിമം ഇന്ന് പണി കിട്ടാനുള്ള സാധ്യതയില്ല. ഞാൻ യാസിനെ കുഞ്ഞാവാനായിട്ടാണ് വിളിക്കുക. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞാവ കയറി വരുന്നത്. സോ അപ്പോൾ നമ്മൾ ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച്. താത്ത ഫുഡ് എന്താ പറയാത്ത? എന്താ ഫുഡ്? ജാഫർക്ക് അതാ ഐസിക്ക് വാരി കൊടുക്കുന്നു. ഇഷു ഇതാ, റൂബ ഇതാ, നമ്മളെ എന്താ മണാലി ചെറിയ മോൻ, കുഞ്ഞാപ്പ, സിദ്ദിപ്പ, ഇൻസമാമ്, സിയാദിക്ക, റഫ്ന, എല്ലാവരും ഉണ്ട്. അപ്പൊ ഞാൻ എണീക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മൾ ഏകദേശം ഇറങ്ങാനുള്ള പരിപാടി. പോവല്ലേ ഭാവി? പോവല്ലേ? ഞങ്ങൾ പോകാനുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഇറങ്ങിയിരിക്കുകയാണ് ഗായ്. നമ്മളെല്ലാരും പുറത്തുണ്ട്. നമ്മള് ടാറ്റ പറഞ്ഞ് ഇവിടുന്ന് പോവാണ്. നേരെ ഹോട്ടലിൽ പോകുന്നു. നാളെ വരും. നമ്മൾ വയനാട്ടിൽ നിന്ന് വരുമ്പോൾ ഇവിടെ വെയിലും അവിടെ മഴയുമായിരുന്നു. നമ്മൾ കൊടുങ്ങല്ലൂർ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ മഴയും അവിടെ വെയിലുമായി എന്നാണ് അറിഞ്ഞത്. എന്തായാലും ഇതാണ് ഹോള്. പരിപാടിയൊക്കെ കളറായിരുന്നു. നമ്മൾ തിരിച്ചു പോവാണ്. ഗായ്സ്, ഇത് വീഡിയോക്കാണ്. എൻ്റെ കയ്യിൽ ഫോണും തന്നു വിട്ട് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഫോണും തന്നു വിട്ടിട്ട് ഇങ്ങോട്ട് വ്ളോഗ് ചെയ്തോന്ന് പറഞ്ഞ് തന്നു വിട്ടതാണ്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ കോളാക്കിയിട്ടുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി ഈ വീഡിയോസ് അധികവും വോയിസ് ഓവർ ആയിരിക്കും വരിക. കാരണം എനിക്ക് എൻ്റെ വ്ളോഗിങ് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ബോറാണ്. സോ വോയിസ് ഓവേഴ്സ് ആയിരിക്കും കൂടുതലുണ്ടാവുക. ഈ ഒരു പോർഷൻ ഞാനിതിൽ ആഡ് ചെയ്യാൻ പറയത് നമ്മളെ യാസിൻ ഖാൻ്റെ ഇവിടുത്തെ ഫാൻസാണ്. കുറച്ച് ഫാൻസ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ഇനി ഞാൻ ഈ സാധനം ഫോൺ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വ്ളോഗ് യാസിൻ്റെ ആയിരിക്കും. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന